Hi guys, എല്ലാവർക്കും നമസ്കാരം. Welcome to my channel. Thank you very much for watching my videos. Please support my channel and subscribe my channel. Let's make Rajasthani lal mas. അതിന് നമുക്ക് ആവശ്യമായത് 2 കിലോ ഫ്രഷ് മട്ടൺ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 250 ഗ്രാം തൈര്, പേസ്റ്റ് 100 ഗ്രാം, ഗാർലിക് പേസ്റ്റ് 100 ഗ്രാം, സോൾട്ട് ആസ് പെർ യുവർ ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ മാരിനേഷൻ ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് അതിൽ നമ്മൾ ഒരു 300 ഗ്രാം ഗീ മെൽറ്റ് ചെയ്തതിന് ശേഷം 2 ബേ ലീഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി, അതിനുശേഷം 10 ഗ്രാം ഹോൾ ഗരം മസാല അതായിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം 1 കിലോ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഒനിയനായിട്ട് നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഒനിയൻ്റെ കളർ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറും. ആ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ഒരു 50 ഗ്രാം ഗാർലിക് പേസ്റ്റ്, 50 ഗ്രാം ജിഞ്ചർ പേസ്റ്റ് അതിട്ടതിന് ശേഷം നല്ലപോലെ സോത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ എല്ലാം പച്ചമണം പോയതിന് ശേഷം ഇതിനകത്തോട്ട് മാരിനേഷൻ ചെയ്തിട്ടുള്ള മട്ടൺ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു 20 മിനിറ്റ് സ്ലോ ഫയറിൽ സോത്ത് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ദഹിമിർച്ചി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ക്യുമിൻ പൗഡർ. ഇതിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് സ്ലോ ഫയറിൽ നല്ലപോലെ വഴറ്റുക. അതിനുശേഷം ഒരു 10 ഗ്രാം ഫ്രഷ് കൊറിയാൻഡർ നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള കൊറിയാൻഡർ ഇതിനകത്ത് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റുക. ഇതിന് മുകളിൽ എണ്ണ ഇങ്ങനെ നല്ല ചുവന്ന കളറിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് നല്ല മണവും ഉണ്ടാവും. അത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 4 ലിറ്റർ വെള്ളം ഞാൻ ഇതിനകത്ത് 4 ലിറ്റർ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് ഒരു 2.5 മണിക്കൂർ സ്ലോ ഫയറിൽ ഒരു 2.5 മണിക്കൂർ അടച്ചിട്ടങ്ങ് വേവിക്കുക. 2.5 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കുറുകി നല്ല അടിപൊളി ഒരു റെഡ് കളറിലെ മട്ടൻ കറി റെഡിയാവും. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും ആക്ച്വലി രാജസ്ഥാനിലെന്ന് പറഞ്ഞ് രാജസ്ഥാനി ചില്ലി പൗഡറാണ് ഇതിനകത്ത് ആഡ് ചെയ്യുക. പക്ഷേ ഇവിടെ UK അത് കിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ ദഹി മിർച്ചിയാണ് അതിന് പകരം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കൊണ്ടാണ് കളർ ചെറുതായിട്ടൊരു പൊടിക്ക് കുറവുണ്ട് ലാൽ മാസ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. കാരണം രാജസ്ഥാനി ചില്ലി ഇവിടെ അവൈലബിൾ ഇല്ല. അത് കാരണം കൊണ്ടാണ് ഈ കളർ ചെറുതായിട്ടുള്ളൊരു വ്യത്യാസം. പ്ലീസ് ഫോളോ ദ റെസിപ്പി. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലും എല്ലാം ഗസ്റ്റ് വരുന്ന സമയത്ത് ഇത് സുഖമായിട്ട് ട്രൈ ചെയ്യാം. ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ റൈസായിട്ടുള്ള നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയായിട്ടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പ്ലീസ് ട്രൈ ഇറ്റ്. താങ്ക് യു വെരി മച്ച് ആൻഡ് പ്ലീസ് ഫോളോ മൈ ചാനൽ. Please subscribe my channel and please support my channel. Thank you very much. It is very good, very nice. राह का तेरी तुझ तक मेरा था